ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് നമുക്കുള്ളത്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. US ഇറാൻ 10ാം ദിവസവും പുതിയതായിട്ട് വ്യോമാക്രമണം നടന്നിട്ടുണ്ട്. അമേരിക്ക തുടർച്ചയായ 10ാമത്തെ ദിവസം ഇറാനിലെ പല സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കി ബോംബാക്രമണങ്ങൾ നടത്തി. ബദർ അബ്ബാസ്, ചാമ്പർ, ഷെയ്ക്കം ദ്വീപ് തുടങ്ങിയ മേഖലയിൽ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂഡ് പ്രൈസ് അത് $80 പെർ ബാരൽ എന്ന നിലയിലാണ് ഉള്ളത്. പല രാജ്യങ്ങളും അറ്റ്ലീസ്റ്റ് കുറച്ച് ദിവസത്തേക്ക് ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. ഇനി നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത നമ്മുടെ HDFC ബാങ്ക് അവിടെ ഒരു 10% ഒരു ഫോള് ഉണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിലും HDFC റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല, ഫോളോ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം ഈ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഈ ADR സ്റ്റോക്കിൽ കാണാം ഇൻഫോസിസ്, വിപ്രോ, അതിനുശേഷം HDFC കാണാം 10% ഒരു ഫോളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് പ്രധാനമായിട്ടും ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോ ഇടിഞ്ഞു. യൂറോപ്യൻ മാർക്കറ്റ് 3 നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി, കോസ്പി, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകൾ പോസിറ്റീവാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും പോസിറ്റീവാണ്. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ തന്നെയാണ്. ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് $4028 എന്ന നിലയിൽ നിലകൊള്ളുന്നുണ്ട്. ഇത് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. 24,200 നിഫ്റ്റിയുടെ സ്പോട്ട്. കൂടുതൽ പുട്ട് റേറ്റിംഗ് കാണുന്നുണ്ട്. PCR 1.35 എന്ന നിലയിലാണ് ഉള്ളത്. അതായത് ഓപ്ഷൻ റൈറ്റേഴ്സ് നിലവിലുള്ള സ്പോട്ടിൽ തന്നെ ഹ്യൂജായിട്ട് പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് കാത്തിരുന്ന് കാണാം. നിഫ്റ്റി പല സമയങ്ങളിലും ഇപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി വളരെയധികം ക്രൂഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പയറി ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇന്ന് അദാനി എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, ബജാജ് ഓട്ടോയുടെ റിസൾട്ട്, ബന്ധൻ ബാങ്ക്, IHCL, GSW ഇൻഫ്ര, മഹേന്ദ്ര ഫിനാൻസ് സർവീസ്, മെഡ് പ്ലസ്, TVS മോട്ടോഴ്സിൻ്റെ റിസൾട്ട്, ആദിത്യ ബിർള ക്യാപിറ്റൽ, അരവിന്ദ്, സൺടെക്, അങ്ങനെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വർഷത്തെ ITR നിങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫയൽ ചെയ്യാം. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ഉണ്ട്, നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ടീം വിളിക്കും, നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്കതൊരു ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റാണ്. ഫയൽ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫയൽ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഇനി നേരെ സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ട്. FNOയുടെയും സ്വിങ്ങിൻ്റെയും ക്ലാസ് ഉണ്ട് കൊച്ചിയിൽ, കോഴിക്കോടും വെച്ചിട്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. എംക്വറി ഫാർമ പുതിയ മെഡിസിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടിയെന്നുള്ള ന്യൂസ്. ശോഭ റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 51% ഉയർന്നു, റവന്യൂ 50% ഉയർന്നു. കാനറ HSBC ലൈഫ് നെറ്റ് പ്രോഫിറ്റ് 20% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. SML മഹേന്ദ്ര കമ്പനി ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂ 13% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ പ്രോഫിറ്റ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ആക്ഷൻ കൺസ്ട്രക്ഷൻ 97 നിന്ന് 120 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. KCP ഷുഗർ കമ്പനി 257 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റെഡിങ്ടൺ കമ്പനി ഇവർക്ക് 150 മില്യൺ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി 5 വർഷത്തെ ഒരു പാർട്ണർഷിപ്പ് റിയലിസ്റ്റിക് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് AI ബിസിനസ് എൻഹാൻസ് ചെയ്യാനായിട്ട് സൈൻ ചെയ്തു. ജയപ്രകാശ് പവർ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 278 നിന്ന് 470 ഉയർന്നു. റാലീസ് ഇന്ത്യ 95 നിന്ന് 125 കോടി രൂപയിലേക്ക് ഉയർന്നു. ബജാജ് ഹെൽത്ത് കെയർ നെറ്റ് പ്രോഫിറ്റ് 11 നിന്ന് 13 കോടി രൂപയിലേക്ക് ഉയർന്നു. Paytm നെറ്റ് പ്രോഫിറ്റ് 79% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ Paytmൻ്റെ 27% റവന്യൂ Paytm വർധനവ് കൈവരിച്ചു എന്നുള്ളതാണ് ന്യൂസ്. അപ്പോൾ വൈകിട്ട് കാണാം. ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.